പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് ഡ്രോപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തകം അതിൻ്റെ 2:3 വാക്യം ഇങ്ങനെ പറയുന്നു: ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് നാം പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനായാലും അത് വരും. നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, അത് വന്നു ചേരും എന്ന് പ്രവാചകൻ പറയുകയാണ്. ഈ ഹബക്കൂക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ആലിംഗനം ചെയ്യുന്നവൻ എന്നാണ്. ഇത് എഴുതിയിരിക്കുന്ന കാലയളവ് BC 607-612 കാലഘട്ടത്തിൽ യഹൂദയിൽ വച്ച് എഴുതിയെന്ന് കാണുന്നു. ഇതിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് അശൂർ സാമ്രാജ്യം അധപ്പതിക്കുകയും ബാബിലോൺ സാമ്രാജ്യം ശക്തി പ്രാപിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ ഹബക്കൂക്ക് പ്രവചിച്ചതാണ് ഈ പ്രവചന പുസ്തകം. പ്രിയ സഹോദരങ്ങളെ, ആമേൻ, ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ആമേൻ, അതിനെല്ലാം ഒരു സമാപ്തിയുണ്ട്. അല്ലെങ്കിൽ അല്പം താമസിച്ചെന്നിരിക്കാം, എന്നാൽ ചിലർക്ക് അല്പം മുൻപേ വന്നെന്നിരിക്കാം. എന്നാൽ ഒരിടത്തും നമ്മൾ അധൈര്യപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയമായാലും നമ്മുടെ കുടുംബമായാലും നമ്മുടെ ജീവിത പങ്കാളി മറ്റുള്ള വിഷയങ്ങൾ, ഒരു രോഗാവസ്ഥയിൽ കിടക്കുന്നൊരു സൗഖ്യമാണോ, എല്ലാത്തിനും ദൈവം ഒരു സമയം വച്ചിട്ടുണ്ട്. ആ നിശ്ചയിക്കപ്പെട്ട സമയത്ത് തീർച്ചയായിട്ടും അത് വരും. ആമേൻ. ബാബിലോണിനെ പ്രവാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ, അതായത് പ്രവാസത്തിലേക്ക് പോയി, ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് പോയി 3 ഘട്ടങ്ങളായി കടന്നു പോവുകയും അതുപോലെ മടങ്ങി വരികയും ചെയ്തു. അപ്പോൾ ആ പ്രവാസത്തിലായിരുന്നപ്പോൾ യെഹെസ്കേലിൻ്റെ പുസ്തകം നമ്മൾ നോക്കിയാൽ കാണുവാൻ കഴിയും. യെഹെസ്കേൽ ദൈവിക മഹത്വം കണ്ട ഒരു പ്രവാചകനാണ്. യെഹെസ്കേൽ 25-ാമത്തെ വയസ്സിൽ യെഹെസ്കേൽ പ്രവാസത്തിലേക്ക് പോകുന്നു. 30-ാമത്തെ വയസ്സിൽ കേബാർ നദിയുടെ തീരത്തിരിക്കുമ്പോൾ ദൈവിക മഹത്വം ദർശിച്ച പ്രവാചകനാണ് യെഹെസ്കേൽ. ആ യെഹെസ്കേലും അവരെല്ലാം പ്രവാസത്തിലായിരുന്നു. അവർക്കും ഒരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ, ഈ പ്രവാസമെല്ലാം കഴിഞ്ഞ് ഞങ്ങളും സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് ഹല്ലേലൂയ പ്രവാചകൻ ഹബക്കൂക്ക് ഇവിടെ പ്രവചിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതിനൊരു അവധി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അതിനൊരു നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. ഒരു കൈറോസ് വെളിപ്പെടും, ദൈവത്തിൻ്റെതായിട്ടുള്ളൊരു സമയം. അതാണ് പ്രവാചകൻ പറയുന്നത്. നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് നല്ലൊരു സമയം വച്ചിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും വന്നു ചേരും. നിങ്ങൾ ഭാരപ്പെട്ടു പോകരുതെന്ന് ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്. അതിൻ്റെ 1:1 ഇങ്ങനെ കാണുവാൻ കഴിയും. 2-ാമത്തെ വാക്യം: യഹോവ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും, നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. അതിൻ്റെ ഹെഡിങ് നമുക്ക് ഇങ്ങനെ പറയാം: ദൈവം അനീതി അനുവദിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഹിതത്തിനല്ലാതെ പ്രവർത്തിച്ചത് കൊണ്ടും അനുസരണക്കേട് കാണിച്ചത് കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ ഈ പ്രവാസത്തിലേക്ക് കടന്നു പോയത്. ആമേൻ. ഹല്ലേലൂയ. അവരുടെ ആ കഷ്ടവേളകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നത്. ഇന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നാം ദൈവഹിതമല്ലാത്ത ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല. നമ്മെ ദൈവം ഏൽപ്പിച്ച ഹല്ലേലൂയ ഉത്തരവാദിത്തങ്ങൾ നാം നിറവേടിയായി ചെയ്യണം. നാം നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ തലമുറകൾക്കോ നമ്മുടെ കുടുംബത്തിനു വേണ്ടി മാത്രമല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് തലമുറയുണ്ടെങ്കിൽ അതുപോലെ എത്രയോ ഈ ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നഷ്ടപ്പെട്ടു പോകുന്ന, മദ്യത്തിന് മയക്കുമെന്ന് അടിമയായി പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ഉദ്ധാരണത്തിനായി, അവരുടെ മടങ്ങിവരവിനായി നാം പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ എത്രയോ ഭാരപ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഓർത്തിട്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ആമേൻ, നമ്മുടെ എന്ത് വിഷയത്തിനായാലും, ആമേൻ, ഹല്ലേലൂയ, ഒരു അവധി ദൈവം വച്ചിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നത് പോലെ, ആമേൻ, ആ പ്രവാസ കാലങ്ങളിലൊക്കെ ജനം കഷ്ടത്തിലായിരുന്നാൽ അവരെല്ലാം മടക്കി വരുത്തിയ ഒരു ദൈവമുണ്ട്. ആമേൻ. 3 ഘട്ടങ്ങളിലായിട്ട് അവിടെ മടക്കി വരുത്തി. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ വിഷയങ്ങളിൽ, നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവം നമുക്കൊരു മടങ്ങി വരവ് തരും. ആമേൻ. അതിനായിട്ട് നാം പക്ഷെ കാത്തിരിക്കണം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ തക്ക സമയത്തിനായിട്ട് നാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കാത്തിരിക്കണം. കർത്താവിൻ്റെ
ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്, തക്ക സമയത്ത് അവൻ ഉയർത്തുവാനാണ്, ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിക്കണം. അതേ, നാം വളരെ ദൈവത്തിൻ്റെ വാക്യങ്ങൾ അനുസരിച്ച്, ആ ദൈവ ശബ്ദത്തെ അനുസരിച്ച് നാം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരാതിരിക്കത്തില്ല. സങ്കീർത്തന പുസ്തകം 27:14 ഇങ്ങനെ കാണുന്നു, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. നാം ഏത് ഭാരത്തോടെ ആയിരുന്നാലും ഭയപ്പെട്ടു പോകുവാനല്ല, ക്ഷീണിച്ചു പോകുവാനല്ല. പ്രിയ സഹോദരങ്ങളെ, ഈ എന്നെ ശ്രവിക്കുന്നവരെ, നിങ്ങൾ ഏത് അവസ്ഥയിലേക്ക് കടന്നു പോയാൽ നിങ്ങൾ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഈ വചനത്താൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ വചനം കേട്ട ഓരോ മക്കളെയും കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവ്, അവരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച സകല വിഷയത്തിൻ്റെ മേൽ അതിൻ്റെ അത്ഭുതകരമായ മറുപടി കാണുവാൻ തക്ക സമയത്ത് ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന ഓരോ വ്യക്തികളും ആമേൻ, അത് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാന സന്തോഷം കൊണ്ട് നിറയ്ക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് അവരെ മറയ്ക്കും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് മെസ്സേജ് അനുഗ്രഹമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ്.